സാറേ ഇനി ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻസ് പറയാം. അത് സാർ ഓരോന്നും സ്കോർ ഇടണം. ഫസ്റ്റ് വൺ, പുട്ട് കടല. 8 out of 10. കാരണം എന്ന് വെച്ചാൽ കടല നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. പുട്ട് ഓക്കെ, there is no much fat. സോ അതുകൊണ്ട് 8 out of 10. ഇഡ്ഡലി ആൻഡ് ദോശ. ഇഡ്ഡലി ആൻഡ് ദോശ ഇസ് എക്സലന്റ് ബിക്കോസ് അതിലെന്ന് വെച്ചാൽ അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഭയങ്കര ഹൈ കാലറീസ് ഒന്നുമില്ല, പിന്നെ ഭയങ്കര ഗട്ട് ഫ്രണ്ട്ലി ആണ്, പ്രോബയോട്ടിക് ഉള്ള സാധനം. അതുകൊണ്ട് ഐ തിങ്ക് ഐ കെൻ ഗിവ് 9 out of 10. ഉപ്പുമാവ്. ഉപ്പുമാവ് ഓക്കെ, യു ക്യാൻ കൺസിഡർ, ഇടക്കൊക്കെ കഴിക്കാം, മേ ബി 6 out of 10. എല്ലാവരുടെയും ഫേവറേറ്റ് പൂരി ആൻഡ് ബാജി. പൂരി ആൻഡ് ബാജിയിൽ ഇറ്റ് ഇസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഐ ഡോണ്ട് പ്രിഫർ, മേ ബി ഐ വിൽ ഗിവ് 5 out of 10. അപ്പം ആൻഡ് എഗ് കറി. അപ്പം ആൻഡ് എഗ് കറി ഇസ് എൻ എക്സലന്റ് കോമ്പിനേഷൻ. കാരണം എന്ന് വെച്ചാൽ അപ്പം വന്നിട്ട് ഭയങ്കര ഗട്ട് ഫ്രണ്ട്ലി ആണ്, പിന്നെ എഗ്ഗിൽ ലോഡ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, ഇവിടെ ഫാറ്റ്സ് ഒന്നും അധികം ഇല്ല. സോ ഇറ്റ് ഈസ് ഗുഡ്, മേ ബി ഐ വിൽ ഗിവ് 9 out of 10. കേരളീയരുടെ പ്രിയ സാധനം പൊറോട്ട ആൻഡ് ബീഫ്. ഓ മൈ ഗോഡ്, അതിന് സയന്റിഫിക്കലി എനിക്ക് വലിയ സ്കോർ തരാൻ പറ്റില്ല. 2 out of 10 ഒക്കെ തരാൻ പറ്റുള്ളൂ. പക്ഷേ അത് കേരളത്തിന്റെ ഒരു ദേശീയ ഫുഡ് ആയതുകൊണ്ട് വല്ലപ്പോഴൊന്നും കഴിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ഈ ഇത്തരം ഫുഡുകൾ എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുന്നതാണ് വലിയ കേട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് വല്ലപ്പോഴും കഴിക്കുന്നതിന് കേടില്ല. സോ വൺസ് ഇൻ എ വൈൽ ഒക്കേഷണലി കഴിക്കാം എന്ന് ഞാൻ പറയും.